മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുടെ ദീപാരാധന നടന്നു. വൈകിട്ട് 6:30ഓടെയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. നാളെയാണ് മണ്ഡലപൂജ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. വൈകിട്ട് 6:30യോടുകൂടിയാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. ആചാരപരമായ സ്വീകരണത്തിന് ശേഷം ഈ തങ്കയങ്കിയുടെ വഹിച്ചുകൊണ്ടുള്ള പേടകം ശ്രീകോവിലിനകത്ത് നിന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടയടച്ച് തങ്കയങ്കി അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നട തുറന്നു. ശരണമന്ത്ര മുഖരിതമായിരുന്നു നട തുറക്കുമ്പോഴുള്ള അന്തരീക്ഷം. ഏതായാലും ഭക്തരേറെ കാത്തിരുന്ന ഒരു ദർശനമായിരുന്നു ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പ ദർശനം. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ച ആ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദർശനത്തിന് ഭക്തർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതും. നാളെ മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി വീണ്ടും ചാർത്തും. മണ്ഡലപൂജ രാവിലെ 10:10 മുതൽ 11:30 വരെയാണ് നടക്കുക. മണ്ഡലപൂജയോടുകൂടി ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടിയാണ് പൂർണ്ണമായും ഈ മണ്ഡലകാല തീർത്ഥാടനം സമാപിക്കുക. പിന്നീട് 30-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി നട വീണ്ടും തുറക്കും മകരവിളക്ക് ഉത്സവത്തിനായി. ഏതായാലും നാളെ രാവിലെ 9:30 വരെ മാത്രമേ നെയ്യഭിഷേകമുണ്ടാകൂ. ഭക്തർക്ക് മല ചവിട്ടുന്നതിന് നിയന്ത്രണമുണ്ട്. 30,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം സാധ്യമാകൂ. 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകൂ. ഏതായാലും കർശന നിയന്ത്രണങ്ങൾ ഇന്നത്തെ പോലെ തന്നെ നാളെയും സന്നിധാനത്ത് ഉണ്ടാകും. ഇനി മണ്ഡലപൂജയ്ക്കുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനം നിലവിലുള്ളത്.